ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫോർ ഫുട്ബോൾ. PSG ബയൺ കളിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ജോർജ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാൽ മതിയോ എന്ന് ചെയ്യുന്ന പോലെ ഒരു ഫുട്ബോൾ ചാനലൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും നല്ലൊരു കളി കണ്ടിട്ട് അതൊക്കെ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതെപ്പോഴും ഒന്ന് പറയണമെന്നില്ല എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലായിരിക്കും എനിക്കറിയാം. പക്ഷേ കളിയെ പറ്റി പറയണമല്ലോ. എന്നാണെങ്കിലും ക്രെഡിറ്റ് കൊടുക്കേണ്ടിടത്ത് നമ്മൾ കൊടുത്തേ പറ്റൂ. അടിപൊളി കളി, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ആക്ച്വലി 2 സെമി ഫൈനലിലും കണ്ടു, മൊത്തം കണ്ടു. എന്നിട്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ടൊരു അവിയൽ പരുവത്തിൽ പറയാം. ഫസ്റ്റ് സെമി ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേണും PSG തമ്മിൽ വളരെ നല്ലൊരു, അതായത് ആദ്യത്തെ ഒരു 20-30 മിനിറ്റൊക്കെ നമ്മൾ എല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത് PSG ഒരു നല്ല മേധാവിത്വം അല്ലെങ്കിലും PSG ജയിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രഡിക്ഷൻസിൽ ആണല്ലോ. അപ്പം നമ്മൾ കളി കണ്ടു തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു രീതിയിലാണ്. പക്ഷേ ബയേൺ ഭയങ്കര രീതിയിൽ PSG അൾട്രകളെ പോലും ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തുടങ്ങി. ആദ്യത്തെ ഒരു ഗോള് വന്നല്ലോ, ആദ്യത്തെ ഗോള് കെയ്ൻ അടിച്ചതിന് ശേഷം പെനാൽറ്റി വന്നത് പെനാൽറ്റി തന്നെയാണ്. ലൂയിസ് ഡിയാസ് എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ കൊള്ളുന്ന ലിവർപൂൾ ഫാൻസിനായി. കാര്യം നല്ല രീതിക്ക് ഓഫ് ദ ബോളൊക്കെ വർക്ക് റേറ്റ് ഇടുന്ന ഒരു പ്ലെയറായിരുന്നു. അപ്പം അവനെ അങ്ങ് എടുത്ത് ഒഴിവാക്കിയപ്പോഴത്തേക്ക് അവിടെ ബാക്ക് പോക്ക് എങ്ങനെ കളിക്കുന്നതെന്ന് ലിവർപൂൾ ഫാൻസിനോട് ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളം വർക്ക് റേറ്റ് ഒക്കെ ഇടുന്നുണ്ടെന്നൊക്കെ. അപ്പം ലൂയിസ് ഡിയാസ് പോയത് ലിവർപൂളിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അറ്റാക്കിംഗ് ഔട്ട്പുട്ടിലാണെങ്കിലും ഡിഫൻസീവ് വർക്ക് റേറ്റിലാണെങ്കിലും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പണിയെടുക്കുന്ന ഒരു പ്ലെയർ ഈ ഡിയാസ് ഒലീസെ കെയ്ൻ നന്നായിട്ട് അവർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് സീസൺ മൊത്തം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അവർ കളിച്ചു. ലൂയിസ് ഡിയാസ് ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നു, കെയ്ൻ അത് കൺവേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒലീസയ്ക്ക് ഒരു അടിപൊളി ചാൻസ്, അതായത് ഞാൻ ആലോചിച്ച് ആ റയലിൻ്റെ കൂടെ ലാസ്റ്റ് ഗോൾ അടിച്ചതിൻ്റെ പകുതി എഫേർട്ട് വേണ്ട, നല്ലൊരു ഈസി ഒരു ടെക്നിക്കിൽ തീർക്കാവുന്നൊരു സാധനം മിസ് ചെയ്യുന്നു. അത് ചിലപ്പോൾ 2-0 ആയിരുന്നു ഈ കളി കുറേ കൂടെ മാറിയാണ്. പക്ഷേ ഇപ്പുറത്ത് അതേപടി തന്നെ ഡെമ്പലെ ഒലീസയ്ക്ക് ഒരു ചെക്ക് വെക്കുന്ന പോലെ കിഡിലായിട്ടൊരു ബോഡിയൊക്കെ തിരിയുന്ന കണ്ടു കഴിഞ്ഞാൽ ഗോളാണ്, കേൾ ചെയ്ത് കയറ്റാനൊക്കെ ഒന്ന് വിചാരിച്ചു. പക്ഷെ അത് വെളിയിലോട്ട് അടിച്ചു കളഞ്ഞു ഡെമ്പലെ. ഫ്രസ്ട്രേഷൻ നന്നായിട്ട് കാണാമായിരുന്നു. പക്ഷേ തിരിച്ച് നല്ല രീതിയിൽ ഒരു തിരിച്ചു വരവ്, അത് ക്വാരസ്കേലിയ പറഞ്ഞേ പറ്റുള്ളൂ. സ്റ്റാനിസിച്ചൊക്കെ അത് ദേ ക്യാൻ ഡു ബെറ്റർ. ശരിക്കും ക്വാരസ്കേലിയ അത് ആ പരിപാടിയാണ്. ഇപ്പോൾ ചിലരെയൊക്കെ അറിയാമല്ലോ, ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് എടുത്ത് ചിലർ ഇപ്പം ആര്യൻ റോബൻ ആണെങ്കിലും റിയാദ് മാറസ് ആണെങ്കിലും അവന്മാരൊക്കെ റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്റ്റിൽ ദേ ആർ അൺസ്റ്റോപ്പബിൾ. അവിടെയാണ് അവരുടെ കഴിവ്. അതുപോലെ തന്നെ ക്വാരസ്കേലിയ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. നല്ല രീതിയിൽ സ്റ്റാനിസിച്ചിനൊക്കെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു അവിടെ. എന്നാലും നല്ല രീതിയിൽ അവർ എന്ത് ചെയ്യുന്നു, അതായത് ഫിനിഷ് ചെയ്യുന്നു, 1-1 ആകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡെമ്പലയിലൂടെ 2-1 ആകുന്നു. അത് കഴിഞ്ഞിട്ട് ഒലീസെ 2-2 ആക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അതൊരു അൽഫോൺസോ ഡേവിസിൻ്റെ ഹാർഷ് പെനാൽറ്റി കോളായിരുന്നെന്ന് ഞാൻ പറയും. അപ്പം മൊത്തത്തിൽ ഇപ്പം പറയാൻ തന്നെ ചകപുക. എനിക്ക് എന്താ പറയുക, ഫുൾ ചന്നം പിന്നെ ജഗപുകയാണ് നടന്നുകൊണ്ടിരുന്നത് മൊത്തം. അപ്പോൾ നന്നായിട്ട് 3-2 അവസാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് PSG വന്നിട്ട് 2 ഗോളങ്ങ് അടിച്ചോടുകൂടി ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതൊരു ഹ്യൂമിലിയേഷനിലൂടെ ചിലപ്പോൾ പോയേക്കാം. അവിടെയാണ് എനിക്ക് ബയണിനെ എടുത്തു പറയേണ്ടത്. ഒരു രക്ഷയില്ല. തിരിച്ചു വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഉമക്കാനോടെ അത് ഞാൻ പറയാം കിമ്മിച്ച് ഫസ്റ്റ് ഹാഫിൽ ഞാൻ ആലോചിച്ച് കിമ്മിച്ച് എവിടെയെന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചു. കൂടുതലും കിമ്മിച്ചിനെ കാണുന്നൊന്നുമില്ല. ഇനി മറ്റേതാണോന്നറിയില്ല. ഇഫ് യു വാച്ച് കിമ്മിച്ച് യു ക്യാൻ സീ ദ ഹോൾ ഗെയിം, ബട്ട് ഇഫ് യു സീ ദ ഗെയിം യു വോണ്ട് സീ കിമ്മിച്ച്. ആ മോഡാണോന്ന് അറിയില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ പുള്ളി ഞാൻ നേരെ കണ്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും കിമ്മിച്ച് സ്റ്റെപ്പപ്പ് ചെയ്തു. നല്ല ഡേഞ്ചറസ് ബോൾസ് ഉള്ളിലോട്ട് ഇട്ടിരുന്നത്. പ്രോപ്പർ നൈസ് കംബാക്ക് എന്ന് തന്നെ പറയാം. 4 ഗോൾ അടിക്കുന്നു. അവിടുന്ന് കളി വീണ്ടും, അതായത് ഇറ്റ്സ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ ഗെയിം, ടു ആൻഡ് ഫ്രോ, അടി. പിന്നെ ആ ഉമക്കാന ഗോളിന് ശേഷം കുറച്ചുകൂടെ PSG എടുത്തിരുന്ന ആ ഒരു കൺട്രോൾ ബയൺ തിരിച്ചു പിടിച്ച് ടുവേർഡ്സ് എൻ്റെ ഒരു ലെവൽ ഗെയിമൊക്കെ ആയി. അങ്ങനെ ഫുട്ബോൾ ആരാധകർക്ക് കണ്ണിൽ കുളിർമയേകുന്ന ഒരു കളി കണ്ടു. അപ്പോൾ ആ കളിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് കളിയിലോട്ട് വരുന്നത്. സെക്കൻഡ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഹറാം ബോളെന്ന് പറഞ്ഞ് വിളിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കളിയാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോഴത്തേക്കും അത്ലറ്റിക്കോ പ്ലേഡ് വെൽ. ഇപ്പോൾ ഞാനൊരു ആഴ്സണൽ ഹെയ്റ്ററൊന്നും അല്ലെങ്കിലും ഞാനൊരു ആഴ്സണൽ UCL അടിക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്നത് അതിലൊരാളാണ് ഞാൻ. കാര്യം യുണൈറ്റഡ് ഫാനാണ്, അതുകൊണ്ടൊക്കെ അങ്ങനെ തോന്നുന്നതാണ്. പക്ഷേ അത്ലറ്റിക്കോ ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് കളിച്ചു. ബിക്കോസ് ഐ ഹാവ് വാച്ച് ദ ഫസ്റ്റ്, എന്താ പറയുക, ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവന്മാരുടെ കളി കണ്ടിട്ടുണ്ട്, ഈ അത്ലറ്റിക്കോ വേഴ്സസ് ആഴ്സണൽ. അതിനേക്കാളൊക്കെ നല്ല ഭേദമായിട്ട് കളിച്ചു. ആൻഡ് ടാക്റ്റിക്കലി സിമിയോണി അർട്ടറ്റയെക്കാളും ബെറ്റർ ആണെന്ന് കാണിക്കുന്നതാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. നല്ല, അതായത് എല്ലാവരും നോക്കുമ്പോഴത്തേക്കും സിമിയോണിനെ വലിച്ചിട്ട് നേരെ ഇട്ടിരിക്കുന്ന നോർമാഡിനെ ഇട്ടിട്ട് 3 ബാക്ക് ആക്കിയിരിക്കുക. അപ്പോൾ ചെറിയൊരു ട്വീക്ക് കൊണ്ടുവന്നതിന് ശേഷം ഐ കുഡിൻറ്റ് സി ആഴ്സണൽ തീരെ ഇല്ലായിരുന്നു. ഫസ്റ്റ് ഗോളിൽ ഗ്വേക്കറസ് നന്നായിട്ട് അത് വിൻ ചെയ്തെടുത്തത് പെനാൽറ്റിയാണ്. അതുപോലെ തന്നെ സെക്കൻഡും പെനാൽറ്റിയാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പം
തേർഡ് ഇപ്പം ഒരു എസയുടെ പെനാൽറ്റി റിവോക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുമെങ്കിലും അതൊക്കെ വളരെ സോഫ്റ്റ് പെനാൽറ്റിയാണ്. അതൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അതൊക്കെ റിവോക്ക് ചെയ്താൽ നല്ല തീരുമാനമാണ് ഞാൻ പറയും. അത് ബോൾ കളിക്കാനുള്ള ഇൻറ്റൻഷൻ ഉണ്ട്, അതും ഗ്രേസ് ചെയ്തൊക്കെയാണ് ബോൾ കാല് വെച്ചത്. ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കാം ആഴ്സണൽ ഫാൻസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും വിചാരിക്കാം ഇവൻ ആഴ്സണലിൽ കപ്പടിക്കണമെന്ന് ആഗ്രഹമില്ല അതുകൊണ്ട് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊക്കെ വളരെ സോഫ്റ്റ് പെനാൽറ്റിയാണ്. അതൊന്നും അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ഗോൾ ആഴ്സണൽ അർഹിക്കുന്നില്ല. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത്ലറ്റിക്കോ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ്. അവർ കുറച്ചുകൂടെ നല്ല ചാൻസസ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ എടുത്തു പറയേണ്ട അഡമോല ലുക്മാന് ഉന്നമില്ല. അവൻ ഉന്നം ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം കൂടെ എന്തായാലും 2 എണ്ണം മിനിമം കയറിയാണ്. നല്ല രീതിയിൽ സ്ട്രെയിറ്റ് എൻ്റെ കീപ്പറൊക്കെയാണ് അടിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ഒരു എന്താ പറയുക. പിന്നെ ജൂലിയൻ ആൽവറസ് വാട്ട് എ പ്ലെയർ, ഒന്നും പറയില്ല, കിട്ടില്ലൻ പ്ലെയർ. എന്താ പറയുക, ഇത്ര അറ്റാക്ക് ഓറിയൻറ്റഡ് അല്ലാത്ത ടീമിൽ പോലും വലിയ ബ്രൈറ്റ് സ്പാർക്ക് കാണുന്ന പുള്ളിയിലാണ്. ജോണി കാർഡോസോ അടിപൊളിയായിട്ട് കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ആൻഡുവൻ ഗ്രീസ്മാൻ 34, എത്ര ഗ്രീസ്മാൻ്റെ പ്രായം എനിക്കറിയില്ല, 36, ഐ ഡോണ്ട് നോ, 34, 33, 34, വാട്ട് എവർ ഇറ്റ് മേ ബി. ആ പ്രായത്തിലുള്ള ഗ്രീസ്മാൻ ഈസ് ബെറ്റർ ദാൻ ഒഡേഗാർഡ്. അയാൾ കളിക്കുന്ന കളി, അയാളെയാണ് ഒഡേഗാർഡ് ആവാൻ നോക്കുന്നത്. പക്ഷേ ഒഡേഗാർഡ് ഫസ്റ്റ് ഹാഫിലൊക്കെ പിന്നെ ഒഡേഗാർഡിനെ കണ്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും പിന്നെ ആകെ ബെഞ്ചിൽ നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് അതൊക്കെ പയറ്റി നോക്കി. ബട്ട് സെക്കൻഡ് ഹാഫിലൊരു അബ്സല്യൂട്ട്ലി ഒരു 20-25 മിനിറ്റ്സ് ഞാൻ ആഴ്സണലിനെ കണ്ടില്ല. പിന്നെ ആഴ്സണലിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇപ്പം അവർ എസ്ഐയുടെ ഇത് റിവോക്ക് എന്ന് പറഞ്ഞ് ചൂടായി കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ആഴ്സണലിലൊരു നല്ല റിസൾട്ടാണ്. ഇനി എമിറേറ്റ്സിൽ പോയിട്ടൊരു അവർക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു ബിഗർ പിക്ചർ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ കുറേ പേര് പറയുന്ന അത്ര ഉറക്ക കളികളൊന്നും അല്ലായിരുന്നു. അത്രയ്ക്ക് ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബയേൺ PSG ടു ഗുഡ് ആയത് ഇവരുടെ തെറ്റല്ല. ഇവർ ഞാൻ വിചാരിച്ചത്ര മോശം കളിയൊന്നും അല്ലായിരുന്നു. എനിക്ക് ഉറങ്ങാനൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ടുവേർഡ്സ് എൻ്റെ ഒരു കുറച്ച് എന്താ പറയുക, ഒരു ചെറിയൊരു ഫെയ്ഡ് ഓഫ് ഉണ്ടായെങ്കിലും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്ത് കണ്ട കളി തന്നെയാണ് രണ്ടും. മറ്റത് ടു ഗുഡ് ആയതുകൊണ്ടാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു വലിയ വരേനെ ചെറുതാക്കുന്നത് അപ്പുറത്ത് വലിയൊരു വര വരുമ്പോഴാണല്ലോ. അങ്ങനത്തെ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോഴാണ് ഇത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാതെ തോന്നുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത്ര വലിയ ഹറാംബോൾ സീനുകളൊന്നും ഇല്ലായിരുന്നു. അത്ലറ്റിക്കോ ഡിസേർവ് ടു വിന്നെന്ന് എനിക്ക് തോന്നി. അതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ബിഗർ പിക്ചർ നോക്കുമ്പോഴത്തേക്കും പ്രോപ്പർ സെമി മാച്ചപ്പാണ്. PSG ബയേൺ അത്ലറ്റിക്കോ ആഴ്സണൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സെമി മാച്ചപ്പാണ്. അതിപ്പം ഇപ്പുറത്തോട്ട് സ്വിച്ച് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും അത്ലറ്റിക്കോ ആഴ്സണലിന് തോക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം 2 ലെഗിലൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതിൽ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആഴ്സണൽ അത്ലറ്റിക്കോ ഫാൻസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഫൈനൽ എന്ന് പറയുന്നത് ഒരു 1 ഡേ പ്രോസസ്സാണ്. ആ ദിവസം നിങ്ങൾ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ദിവസം നിങ്ങളുടെ എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പടിക്കാം. ഇപ്പുറത്തുനിന്ന് ഒരാൾ പോയി വരുമ്പോഴത്തേക്കും ലൈക്ക് വൺ മാച്ച് സാധനം, 1 ലെഗ് സാധനങ്ങൾക്കൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം സെമി ഫൈനലൊക്കെ ഡബിൾ ലെഗ് ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല ആഴ്സണൽ അത്ലറ്റിക്കോ ജയിക്കുമായിരുന്നെന്ന്. ഇപ്പം ദേ ഹാവ് എ ഗുഡ് ചാൻസ്. ശരിക്കും പറഞ്ഞാൽ ചിലർ പറയും PSG ബയേൺ അടിക്കുന്നവർ തന്നെ കപ്പടിക്കും. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റവർക്കും ഈക്വൽ ചാൻസ് അല്ലെങ്കിൽ ഒരു 40% ചാൻസ് എന്തായാലും ഞാൻ കൊടുക്കും ഇപ്പുറത്തുനിന്ന് വരുന്ന ടീമിന്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.